ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കവില്ല ഞാൻ. ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ വേദിയിലും സദസ്സിലുമുള്ള ആദരണീയ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. മക്കളെ, ഒരു 5-10 മിനിറ്റ് ഞാൻ എടുത്തോട്ടോ? നിങ്ങൾ ചോദിച്ചിട്ടാ ഞാൻ ചെയ്യാൻ പോകുന്നത്. എടുത്തോളാം. ഒരിത്തിരി സമയം എന്റെ കൂടൊപ്പം നിങ്ങൾ വരുമല്ലോ. എന്നാ തുടങ്ങട്ടെ. ഇവിടെ അധ്യക്ഷ പറഞ്ഞത് ഞാൻ മുഖ്യ പ്രഭാഷണത്തിന് വന്നതാണെന്നാണ്. അതിനല്ല വന്നത്. എന്തിനാ വന്നതെന്നറിയോ? കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായ മടവൂർ ഗവൺമെന്റ് LPSലെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ കാണണമെന്ന് കുറെ കാലമായി ഞാൻ മോഹിക്കുകയാണ്. കാരണം നിങ്ങളുടെ കളിവണ്ടി കണ്ട് 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 എനിക്ക് സത്യത്തിൽ നിങ്ങളോട് അസൂയ തോന്നുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ കിട്ടത്തുമില്ല, കാരണം ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു സ്കൂളിന്റെ HM. പക്ഷെ നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ അതിയായ സന്തോഷം. അതിലെല്ലാം അപ്പുറം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ കളിവണ്ടിയുടെ ഒരു ചെറിയ ഭാഗവും ഞാൻ വിക്ടേഴ്സിലെടുത്ത ഒരു ക്ലാസിന്റെ പൂതപ്പാട്ടിന്റെ ഒരു ചെറിയ ഭാഗവും കൂടെ ചേർത്തുകൊണ്ടൊരു വീഡിയോ ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാര്യം എന്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളൊരു വലിയ പരിപാടിയോടൊപ്പം ചേർത്ത് വെച്ചതിൽ എനിക്ക് ഭാഗ്യമുണ്ട്, സന്തോഷവുമുണ്ട്. മാത്രവുമല്ല, എനിക്ക് ഈ നാടുമായിട്ടും ഒരു വല്ലാത്ത ബന്ധമുണ്ട്. മടവൂരിനെ ലോകത്തിന്റെ നെറുകയിലെത്തിച്ച യശസ്വരീനായ കഥകളി ആചാര്യൻ മടവൂർ വാസുദേവൻ നായർ ആശാനോടൊപ്പം ഒത്തിരി വേദികളിൽ വേഷം കെട്ടിയാടിയ ഒരാൾ കൂടിയാണ് ഞാൻ. മാത്രവുമല്ല, എന്റെ പൂർവികന്മാർ ഉറങ്ങുന്ന മണ്ണ് ഈ മടവൂരാണ്. എന്റെ അച്ഛന്റെ നാട് കൂടിയ ഈ മടവൂര്. ഈ മണ്ടക്കാട് ദേവീക്ഷേത്രത്തിൽ വന്ന് ഒത്തിരി തവണ ഞാൻ കഥകളി വേഷം കെട്ടി ആടിയിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് ഈ സ്കൂളുമായി പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ബന്ധമുണ്ട്. അപ്പൊ തുടങ്ങട്ടെ. ജീവിതത്തിൽ നിങ്ങൾ ആദ്യം കേട്ട കവിത ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല. ഞാൻ ചോദ്യം ഒന്ന് മാറ്റാൻ പോവാ. ജീവിതത്തിൽ ആദ്യം കേട്ട പാട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. ഏത് പാട്ടാ? കാക്കേ കാക്കെന്നാണോ ആദ്യം കേട്ട പാട്ട്? ചോദ്യം ഞാൻ ഒന്നുകൂടെ മാറ്റാൻ പോവാ. ജീവിതത്തിലെ ആദ്യത്തെ പാട്ട് പാടിത്തന്ന ആളെ ഓർമ്മയുണ്ടോ? അമ്മ. അമ്മ അല്ലേ? ഒരു കഷണം കടലാസ് നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ തന്നാൽ അമ്മയെ കുറിച്ച് എഴുതി തരാൻ പറഞ്ഞ ഒരു കഷണം കടലാസ് തീരുവോ അമ്മ? ഒരു നോട്ട്ബുക്ക് നിറയെ എഴുതാൻ പറഞ്ഞ തീരുവോ അമ്മ? ആ അമ്മ പാടിത്തന്ന കവിത, പാട്ട്, താരാട്ട് പാട്ടാ. മലയാളത്തിലുണ്ടായ ഏറ്റവും മികച്ച താരാട്ട് പാട്ട് ഏതെന്നറിയോ? യെസ്, ഓമനത്തിങ്കൽ കിടാവ്. ആരാ എഴുതിയേ? ചുമ്മാതല്ല മടവൂർ സ്കൂൾ നമ്പർ 1 എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ രാവിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ചെന്നിട്ട് ആരാ ഓമനത്തിങ്കൾ എഴുതിയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല. ഈ 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ 4ാം ക്ലാസ്സിലെ നിങ്ങൾ പറയും എന്തൊരു മിടുക്കരാ നിങ്ങൾ. ഞാൻ ആ കവിതയുടെ 4 വരി ഒന്ന് പാടട്ടെ. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമളത്താമര പൂവിൽ നിറഞ്ഞ മധുവോ പരിപൂർണേന്ദു തന്റെ നിലാവോ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ട് എഴുതിയത് ഇരയിമ്മൻ തമ്പിയാണ്. ഈ പാട്ട് സ്വാതി തിരുനാൾ എന്ന രാജകുമാരനെ പാടി ഉറക്കാനാ എഴുതിയത്. അപ്പൊ എന്റെ ചോദ്യം ഇതൊന്നുമല്ല. ഈ താരാട്ടുപാട്ടൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് മലയാളത്തിൽ പാട്ടുകളും കവിതകളും ഒക്കെ താരാട്ടുപാട്ടൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അക്ഷരമറിയാത്ത നമ്മുടെ അമ്മമാര് പാടിയ പാട്ടുണ്ടായിരുന്നു. ഇരയിമ്മൻ തമ്പിയുടെ കവിത പോലെ സന്തോഷമൊന്നുമില്ലായിരുന്നു ആ പാട്ടില്. അന്ന് നമ്മുടെ അമ്മമാര് പാടുന്ന പാട്ടുകളിൽ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു.
അന്ന് പാടിയ പാട്ടുകളൊക്കെ ഇങ്ങനെയായിരുന്നു, അതിൽ നനവുണ്ട്. രാരീരം 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 രാരോ രാരീരം രാരീരം രാരീരാരോ വാവവം 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 വാവേ വാവവം വാവവം വാവവാവേ. ചെറുശ്ശേരിയും എഴുത്തച്ഛനും നമ്പ്യാരും ആശാനും ഉള്ളൂരും വള്ളത്തോളും മുരുകൻ കാട്ടാക്കട സാറും ക്ലാസ് മുറിയിൽ കവിത എഴുതുന്ന നിങ്ങളും ഒക്കെ കവിത എഴുതുന്നതിന് മുൻപ് മലയാളത്തിൽ കവിതകൾ ഉണ്ടായിരുന്നു. അക്ഷരമറിയാത്തവന്റെ നാവിൻ തുമ്പിൽ നിന്ന് ആദ്യത്തെ കവിത പിറന്നു വീണത് എഴുതിയിരുന്നില്ല. കാരണം അവൻ എഴുതാൻ അറിയില്ലായിരുന്നു. അക്ഷരം കേൾക്കാൻ പോലും അവകാശമില്ലാത്ത കാലം ഇവിടെ ഉണ്ടായിരുന്നു മക്കളെ. അപ്പൊ എന്റെ അടുത്ത ചോദ്യം നിങ്ങളോട്, ഈ അക്ഷരമറിയാത്ത നമ്മുടെ പൂർവികന്മാർ പാടിയ പാട്ടുകളിൽ ഈ ചെറുശ്ശേരിയുടെ കവിത പോലെ മുരുകൻ കാട്ടാക്കടയുടെ കവിത പോലെ അർത്ഥമുണ്ടോ, ആശയമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടല്ലേ? ജൂൺ 5 എന്താ പ്രത്യേകത? നിങ്ങൾക്കൊക്കെ ടീച്ചർമാർ ചെടി തന്നിട്ടുണ്ട് അസംബ്ലി വെച്ച്. അന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി നടാറുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഒരുപാട് കവിതകൾ പാടിയിട്ടുണ്ട്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി പാടിയിട്ടില്ലേ? അടുത്ത ജൂൺ 5 നമ്മൾ പാടുന്ന പാട്ട് അട്ടപ്പാടിയിലെ ഇരുളര് പാടിയ പാട്ടാണ്. ഒരു കാലത്ത് അക്ഷരമറിയാതിരുന്നവർ ഈ പ്രകൃതിയെക്കുറിച്ച് എഴുതിയൊരു പാട്ട്, ഒരു നാടൻ പാട്ട് ഞാൻ പാടാൻ പോവുക. നമുക്ക് ഒരുമിച്ച് പാടാം. നാടൻ പാട്ടിനും കവിതയ്ക്കും ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നാടൻ പാട്ടിന് വായ്ത്താരിയുണ്ട്, കവിതയ്ക്ക് വായ്ത്താരില്ല. വായ്ത്താരി പാടുന്നത് നമ്മൾ ഒരുമിച്ച് പാടാൻ വേണ്ടിയാ. പാടാം, കൈയടിച്ച് പാടാം. ഞാൻ എന്റെ വായ്ത്താരി പാടട്ടെ. എന്തിനാ പാടുന്നത് പിന്നെ പറയാം. തന്താനാനേ താനാനേ തനനാനേ തന്താനാനേ താനാനേ താനനാനേ മണ്ണേ നമ്പിലേലയ്യാ മരമിരിക്ക് മരത്തെ നമ്പിലേലയ്യാ കൊമ്പിരിക്ക് കൊമ്പേ നമ്പിലേലയ്യാ ഇലയിരിക്ക് ഇലേ നമ്പിലേലയ്യാ പൂവിരിക്ക് പൂവേ നമ്പിലേലയ്യാ കായിരിക്ക് കായേ നമ്പിലേലയ്യാ പഴമിരിക്ക് പഴത്തെ നമ്പിലേലയ്യാ നാമിരിക്ക് നമ്മെ നമ്പി നമ്മെ നമ്പി ലേലയ്യാ നാടിരിക്ക്. അർത്ഥം മനസ്സിലായോ? ഇല്ല. ഒരു മരമുണ്ട്, മരത്തിൽ ചില്ലകളുണ്ട്, ഇലകളുണ്ട്, പൂക്കളുണ്ട്, കായ്കളുണ്ട്, പഴങ്ങളുണ്ട്. ശരിയല്ലേ മക്കളെ? ആ ഒരു മരത്തിലെ ചില്ലകളും ഇലകളും പൂക്കളും കായ്കളും പഴങ്ങളും എങ്ങനെയാണോ, അവസാനം ഞാൻ നിർത്തിയ വരി നിങ്ങൾ കേട്ടോ, നമ്മെ നമ്പി ലേലയ്യാ നാടിരിക്ക്. എന്താ അതിന്റെ അർത്ഥം? നമ്മൾ ഇന്ത്യക്കാർ, ഭാരതീയർ, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ തോളോട് തോൾ ചേർന്ന് നേടിയെടുത്തതാണ് ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യം. ഈ മണ്ണിന്റെ സ്വാതന്ത്ര്യം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ പ്രിയപ്പെട്ട മക്കളെ, ഈ രാജ്യം നിങ്ങളെ നമ്പുന്നു. ഏതുപോലെ? ഒരു മരത്തിലെ ചില്ലകളും പൂക്കളും ഇലകളും കായ്കളും പഴങ്ങളും എങ്ങനെയാണോ അതുപോലെ നമ്മൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരായി നമുക്ക് ജീവിക്കാം, ഈ നാടിനെ കാത്തു സൂക്ഷിക്കാം. അതാ അക്ഷരം അന്നറിയാതിരുന്ന ആദിവാസി ഒരു 12 വരി കവിതയിലൂടെ നമ്മളോട് പറഞ്ഞു. ശരിയല്ലേ? ഞാൻ ഒരു പാട്ടിന്റെ 4 വരി പാടാം. ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് പറയണം. അങ്ങകലേ അങ്ങകലേ എന്താ കേട്ടിട്ടുണ്ടോ? എവിടെ കേട്ടു? ആടുജീവിതത്തിൽ കേട്ടു. ആ യെസ്. വേറൊരു വഴി പാടാൻ പോ, 2 വരി. മരണമെത്തുന്ന നേരത്ത് നീ എന്റെ അരികിൽ ഇത്തിരി നീളം ഇരിക്കണേ. ഈ വരി കേട്ടിട്ടുണ്ടോ? ഒരു സിനിമയിലെ കവിതയാ. കാറ്റേ കാറ്റേ നീ പൂക്കാമരത്തിൽ പാട്ടും മൂളി വന്നു. ഈ വരി കേട്ടിട്ടുണ്ടോ?
ഇത് ആരെഴുതിയെന്നറിയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാമോ? പറഞ്ഞ ഇപ്പൊ ഒരു സമ്മാനം തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇത് പാടിയെന്നറിയോ? ഇത്രയും കാലം നിങ്ങൾ ആരെങ്കിലും, എന്റെ കൂട്ടുകാർ, ഈ കളിവണ്ടിയിലെ കൂട്ടുകാര്, ഒരു പാട്ട് കേൾക്കുമ്പോൾ, ഒരു കവിത കേൾക്കുമ്പോൾ അത് ആരെഴുതിയതാണെന്ന് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? പിന്നെന്താ നിങ്ങളിത് അന്വേഷിക്കാഞ്ഞ്? നമ്മളൊരു സിനിമാ പാട്ട് കേൾക്കുമ്പോൾ പറയും ഇത് ദാസേട്ടന്റെ പാട്ടാ, ശ്രേയാ ഘോഷാലിന്റെ പാട്ടാന്നൊക്കെ പറയും. പാട്ട് അവരുടേതൊന്നും അല്ല മക്കളെ. പാട്ട് എഴുത്തുകാരന്റെയും സംഗീത സംവിധായകന്റെയും കഴിഞ്ഞിട്ടേ ഉള്ളൂ പാട്ടുകാരന്റേത്. ഈ പാട്ടൊക്കെ എഴുതിയ ആളിന്റെ പേര് റഫീഖ് അഹമ്മദ്. എന്താ മക്കളുടെ പേര്? റഫീഖ് അഹമ്മദ്. കേട്ട് കാണും അല്ലേ? ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിന്നു ചേർന്നൊരു കുളവും വേണം. കേട്ടിട്ടുണ്ടോ പാട്ട്? വടക്കത്തി പെണ്ണാളെ പെണ്ണാളെ പെണ്ണാളെ. ഈ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? കാവാലത്തിന്റെ പാട്ടുകൾ നിങ്ങളെടുത്ത് നാടകം കളിക്കും. എനിക്കറിയാം കുറച്ചുകൂടെ കഴിയുമ്പോൾ കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിന്റെ ആചാര്യനായിരുന്നു കാവാലം നാരായണ പണിക്കർ. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള, നിങ്ങൾ ആരെങ്കിലും ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതേ ചോദ്യം പണ്ട് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ ഗുരുനാഥനോട് ചോദിച്ചു, അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈശ്വരനെ കണ്ടിട്ടുണ്ട്, തൊട്ടു നോക്കിയിട്ടുണ്ട്, ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഈശ്വരന്റെ മടിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് തന്നെ. ആ ഈശ്വരൻ ആരാന്നറിയോ? ആരൊക്കെയാ ഈശ്വരൻ? 3 പേരുണ്ട്. ഒന്ന് അമ്മ. മൂന്നാമത്തെ ആരാ? അപ്പൊ നമ്മൾ പറയും മാതാപിതാ ഗുരു. എന്തിനാ നമ്മൾ ഈ അമ്മയെ മാത്രം ആദ്യം പറയുന്നത്? എന്തിനാ? അമ്മ ജനനി, ജനനിയ അമ്മ. മനസ്സിലായി? നിങ്ങൾ ഡോക്ടർമാരോട് എപ്പോഴെങ്കിലും ചോദിക്കണം, ആശുപത്രി ചെല്ലുമ്പോ, ഡോക്ടറെ ലോകത്തിലെ ഏറ്റവും വലിയ വേദന ഏതാണെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കണം. ഇപ്പൊ ഡോക്ടർ പറയും, ശാസ്ത്രം പറയും, അമ്മയുടെ പേറ്റുനോവാണ് ലോകത്തിലെ ഏറ്റവും വലിയ വേദന. അമ്മ പ്രസവിക്കാൻ നേരത്ത് മരണമുഖത്ത് നിന്നാണ് നമുക്ക് ജന്മം തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു കഷ്ണം പേപ്പറിലോ ഒരു ബുക്കിലോ ഒന്നും എഴുതി തീർക്കാത്ത നമ്മുടെ ആദ്യത്തെ ദൈവമാണ് ആരാ മക്കളെ? അമ്മ. എത്ര വിഷമമുണ്ടെങ്കിലും ആ മടിത്തട്ടിലേക്ക് ഒന്ന് ചെന്ന് കിടക്കുമ്പോൾ, ഒന്ന് ചാഞ്ഞിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം മറ്റെന്തെങ്കിലും കിട്ടുമോ? അപ്പൊ നമ്മുടെ ആദ്യ ദൈവം അമ്മ. രണ്ടാമത്തെ ദൈവമോ നമ്മളീ പറഞ്ഞ അച്ഛൻ. അച്ഛൻ കരയുന്ന നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, അച്ഛൻ അങ്ങനെ കരയത്തില്ല. പക്ഷെ നിങ്ങൾ കാണാതെ അച്ഛൻ കരയും. അമ്മ കരയുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ശരിയല്ലേ? ചിലപ്പോ കരയും. അച്ഛൻ കരയുന്നത് നമ്മൾ ആരും കാണുന്നില്ല. കാരണം നമുക്ക് വേണ്ടി വെയിലേറ്റ് വാങ്ങുന്ന നന്മമരത്തിന്റെ പേരാണ് അച്ഛൻ. ഒരിക്കലും കണക്ക് പുസ്തകത്തിൽ അച്ഛൻ കണക്കെഴുതി വെക്കാറേയില്ല. നിങ്ങൾക്ക് വല്ലതും മേടിച്ചത് കണക്കെഴുതി വെക്കുവോ? ഒരിക്കലും അച്ഛൻ കണക്കെഴുതില്ല. ആ അച്ഛനെ നിങ്ങൾ രണ്ടാമത്തെ ദൈവമായി ചേർത്ത് വെക്കണം. മൂന്നാമത്തെ ദൈവം ആരാ? നിങ്ങളുടെ ടീച്ചേഴ്സ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ചു വെക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്. ഈ 3 ദൈവങ്ങളെയും ചേർത്ത് വെക്കാൻ എന്റെ മക്കൾക്ക് കഴിയണം. അങ്ങനെ ചെയ്യൂ. വീട്ടിൽ അമ്മമ്മയും അപ്പനുള്ളൊരു കൈവക്കിയ മക്കളെ, നിങ്ങളെ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളുകൾ. ഹാൻഡ്സ് ഡൗൺ. പണ്ട് കഥ പറയുമ്പോൾ ടീച്ചർ പറയുമായിരുന്നു, ഇപ്പോഴും നിങ്ങളെ ടീച്ചർ കഥ പഠിപ്പിക്കാൻ പറയും, വൺസ് അപ്പോൺ എ ടൈം, ഒരിക്കൽ ഒരിടത്തെന്ന് പറഞ്ഞ കഥ ആരംഭിക്കുന്നത്. പണ്ട് നമ്മുടെ വീട്ടിലെല്ലാം, വീടിന്റെ പൂമുഖത്ത്, പണ്ടത്തെ വീടുകളിലൊക്കെ, ഞങ്ങളുടെയൊക്കെ കാലത്ത് അമ്മുമ്മയും അപ്പൂപ്പനും കുറെ പേര് വീട്ടിലുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വീടങ്ങ് വളർന്നില്ല. വലിയ വീടായി, നമുക്ക് കാറായി, സമ്പത്തായി. വീട് വളർന്നപ്പോൾ നമ്മുടെ വീട്ടിലെ ആളുകളുടെ എണ്ണം അങ്ങ് ചെറുതായി. നമ്മുടെ പൂമുഖത്ത് പണ്ടിരുന്ന നരച്ച തലയുള്ള മുത്തശ്ശനെ മുത്തശ്ശിയൊന്നും ഇപ്പൊ കാണാനില്ല. അവരൊക്കെ വംശനാശം വന്നു പോകുന്നു. എല്ലാത്തിലും 1ാം സ്ഥാനം പിടിച്ച നമ്മള് കേരളീയര് ഒരു കാര്യത്തിൽ കൂടി 1ാം സ്ഥാനം നേടി. ഏതാണെന്നറിയോ? ഒരു കാര്യത്തിൽ കൂടി. ഏതാണെന്ന് ഞാനൊരു കഥയായി പറയട്ടെ. 2 മിനിറ്റുള്ള കഥ കേൾക്കോ നിങ്ങൾ? ഞാൻ പറയുന്ന കഥയ്ക്ക് പേരില്ല. ഞാൻ കഥ പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾ കഥയ്ക്കൊരു പേര് തരണം എനിക്ക്. ഞാൻ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങൾക്കും പേരില്ല. നിങ്ങൾ ആ കഥാപാത്രങ്ങൾക്ക് പേരിടണം.
ഈ കഥ ചെറുപ്പക്കാരികളായ അമ്മമാരും കൂടെ കേൾക്കാനാണ് ഞാൻ പറയുന്നത്. കഥ തുടങ്ങുകയാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് നമ്മളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് എഴുതി കാണിക്കാൻ ഒരു നിർവാഹവുമില്ല. നമ്മൾ തന്നെയാണ് കഥാപാത്രം. മക്കളെ, കഥ തുടങ്ങട്ടെ. ഏറെ നാളുകൾക്ക് ശേഷം അയാൾ ഗൾഫിൽ നിന്നും മടങ്ങിയെത്തി. വന്ന പാടെ 10 വയസ്സുള്ള തന്റെ ഒരേ ഒരു മകനും തന്റെ ഭാര്യയ്ക്കുമായി കൊണ്ടുവന്ന വില കൂടിയ വസ്ത്രങ്ങളും മധുര പലഹാരങ്ങളും സ്വർണ്ണാഭരണങ്ങളും നിറഞ്ഞ സ്നേഹത്തോടെ അയാൾ പങ്കുവച്ചു. പിറ്റേ ദിവസം 10 വയസ്സുള്ള മകന്റെ കൈ പിടിച്ചുകൊണ്ട് അയാൾ തന്റെ ആഡംബര കാറിൽ കയറി. കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ആ കാറ് ചെന്ന് നിന്നത് ഒരു വലിയ കെട്ടിടത്തിന്റെ വരാന്തയ്ക്ക് മുന്നിലായിരുന്നു. അവന് മനസ്സിലായില്ല അച്ഛൻ എന്നെ എവിടെയാ കൊണ്ടുവന്നേന്ന്. പതുക്കെ കാറ് തുറന്ന് ആ കുഞ്ഞിന്റെ കൈ പിടിച്ചുകൊണ്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ആ മുറ്റത്തെ കെട്ടിടത്തിന്റെ മുന്നിൽ ഒരു വലിയ ബോർഡിൽ ഇങ്ങനെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു, വൃദ്ധസദനം. അതിന്റെ അർത്ഥം അവന് മനസ്സിലായില്ല, എന്താ വൃദ്ധസദനം. ഈ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ ആ നീണ്ട ഇടനാഴിയിലൂടെ നടന്ന് ചെന്ന് നിന്നത് പകുതി ചാരിയിട്ട ഒരു മുറിയുടെ മുന്നിലാ. പകുതി ചാരി കിടക്കുക മുറി. അയാൾ ആ മുറി പതുക്കെ തുറന്നപ്പോൾ കണ്ടത് ഒരു പാഴയിൽ വിറകുകൊള്ളി പോലെ, പുഴുവിനെ പോലെ ഒരു വൃദ്ധ ചുരുണ്ടു കൂടി കിടക്കുന്നു. തൊട്ടടുത്തൊരു പാത്രവും ഇരിപ്പുണ്ട്. ഈ കുഞ്ഞിന് മനസ്സിലായില്ല ഈ ചുരുണ്ടു കൂടി കിടക്കുന്നത് ആരാണെന്ന്. ചെന്ന പാടെ അയാൾ ചോദിച്ചു, അമ്മയ്ക്ക് സുഖമല്ലേ? അമ്മയ്ക്ക് സുഖമല്ലേ? അപ്പോഴാണ് ഈ 10 വയസ്സുള്ള കുട്ടി മനസ്സിലാക്കിയത്, ഞാൻ ഇന്നുവരെ കാണാത്ത എന്റെ അച്ഛന്റെ അമ്മയാണ്, എന്റെ മുത്തശ്ശിയാണ് ഒരു പുഴുവിനെ പോലെ ചുരുണ്ടുകൂടി കിടക്കുന്നതെന്ന്. തന്റെ പേരക്കിടാവിനെ ആദ്യമായി കണ്ട സന്തോഷം സഹിക്കവയ്യാതെ ഈ അമ്മ മുത്തശ്ശി വിറയാർന്ന കൈകളോടെ ഇഴഞ്ഞിഴഞ്ഞു വന്ന ആ കുട്ടിയുടെ കവിൾ കോരിയെടുത്ത് ഒരു ഉമ്മ കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ ഈ മകൻ പറഞ്ഞു, തുടരുതവനെ, എന്റെ മകന് നിങ്ങളൊരു ഉമ്മ കൊടുക്കണ്ട. നിങ്ങളൊരു ഉമ്മ കൊടുത്താൽ എന്റെ മകന് ഇൻഫെക്ഷൻ ഉണ്ടാകും, അണുബാധ ഉണ്ടാകും നിങ്ങളിൽ നിന്ന്. ആ അമ്മ നീട്ടിയ കൈകൾ പുറകോട്ട് വലിച്ചിട്ട് ആ മകന്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കി, സൂക്ഷിച്ചു നോക്കി. ഓർമ്മകളുടെ കടലിരമ്പം ആ കണ്ണുകളിൽ ഇങ്ങനെ അലയടിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്നും ഒരു കൊഴുത്ത ദ്രാവകം ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കണ്ണീരല്ല, കാരണം കരഞ്ഞ് കണ്ണീർ പറ്റിയ അമ്മയുടെ കണ്ണുകളിൽ കണ്ണുനീരില്ല, ഒരു കൊഴുത്ത ദ്രാവകം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് ആ അമ്മ മകന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, മോനെ, നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ എന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് ഞാൻ നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്നിട്ടുണ്ട്, താരാട്ടുപാടി ഉറക്കിയിട്ടുണ്ട്. അന്ന് എന്റെ നെഞ്ചിൽ ചേർന്നിരുന്ന നിനക്ക് അണുബാധ ഉണ്ടായില്ല. അന്ന് നിന്റെ തുണിയായ തുണി മുഴുവൻ കഴുകിയിട്ട് എന്റെ കയ്യിലെ തോലിരിഞ്ഞിട്ട് നിനക്ക് ഉരുളകൾ വാരി ഞാൻ തന്നപ്പോഴും എന്റെ കൈയുടെ മുറിവിൽ നിന്ന് നിനക്ക് അണുബാധ ഉണ്ടായില്ല. നീ പനി പിടിച്ച് പൊരിഞ്ഞിരുന്ന രാത്രികളിൽ ഞാൻ നിന്നെ ചേർത്ത് വെച്ച് ഞാൻ ഉറക്കമിളച്ചിരുന്ന് താരാട്ടുപാടിയിട്ടുണ്ട് ഒരുപാട് രാത്രികളിൽ. അന്നും എന്റെ പൊന്നുമോൻ അണുബാധ ഉണ്ടായില്ല. പക്ഷെ ഇന്ന് നീ ഒരുപാട് വളർന്നു പോയി മോനെ, സാരമില്ല. അല്പം കഴിഞ്ഞ് ഈ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് അയാൾ അമ്മയോട് യാത്ര പറഞ്ഞു പുറത്തിറങ്ങി. അമ്മ പറഞ്ഞു, ഒന്ന് നിൽക്കണേ മോനെ, എനിക്ക് അവസാനമായി നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? എന്റെ മരണവാർത്ത അറിയിച്ചാൽ പോലും നീ ഇനി വരില്ലെന്ന് എനിക്കറിയാം. കാരണം നിങ്ങളൊക്കെ തിരക്കാണല്ലോ, ബിസിയാണല്ലോ. നീ പോകുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് അവസാനമായൊരു അഭ്യർത്ഥനയുണ്ട്. എന്താ? പറയൂ. നിനക്ക് കഴിയുമെങ്കിൽ നല്ല ഒരു കട്ടിലും മെത്തയും വാങ്ങി ഇവിടെ ഇടണം. നിനക്ക് കഴിയുമെങ്കിൽ നല്ല ഫാൻ തൂക്കണം, നല്ല പാത്രങ്ങൾ ഇവിടെ മേടിച്ച് അടുക്കി വെക്കണം. നിങ്ങളല്ലേ പറഞ്ഞു നിങ്ങൾക്ക് പരമാനന്ദ സുഖമാണെന്ന്, പിന്നെന്തിനാ ഇതൊക്കെ ഒരുക്കി വെക്കുന്നേ? അതേടാ, എനിക്ക് പരമാനന്ദ സുഖമാണ്. നീ കണ്ടില്ലേ ഞാൻ ഈ പറഞ്ഞത് എന്തിനാണെന്ന് മോൻ അറിയാമോ? ഈ 10 വയസ്സുള്ള നിന്റെ മകനെ നീ പാഠപുസ്തകത്തിൽ നിന്നല്ലാതെ വലിയൊരു പാഠം, നേരെ അനുഭവം നീ നിന്റെ മോനെ ഇവിടെ വച്ച് പഠിപ്പിച്ചു. എന്താ പാഠം?
നാളെ നിന്റെ സമ്പത്ത് നഷ്ടപ്പെടുമ്പോൾ, ഐശ്വര്യം നഷ്ടപ്പെടുമ്പോൾ, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ, ആർക്കും വേണ്ടാത്തവനായി മാറുമ്പോൾ നിന്നെ എവിടെ കൊണ്ട് തള്ളണമെന്ന വലിയ പാഠം പുസ്തകങ്ങൾക്കപ്പുറത്ത് നീ നിന്റെ മകനെ ഇവിടെ വെച്ച് പഠിപ്പിച്ചു. മോനെ, നാളെ നിന്റെ മകൻ ഇതുപോലെ ഇവിടെ കൊണ്ട് തള്ളുമ്പോൾ ഈ കാഴ്ച കാണാൻ ഞാൻ ഉണ്ടായിരിക്കില്ലടാ, ഞാൻ മറ്റൊരു ലോകത്തിലായിരിക്കും. പക്ഷെ എന്നാലും നീ ഇതുപോലെ അനുഭവിക്കുന്നത് കാണാൻ എനിക്ക് സാധിക്കില്ല, എന്റെ ആത്മാവിന് പോലും പുറക്കില്ല. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെക്കാനാണ് അമ്മ പറഞ്ഞത്. മോനെ, യാത്രാമംഗളങ്ങൾ, നന്മ വരട്ടെ. കഥ അവസാനിക്കുക. നിങ്ങൾ എനിക്ക് തന്ന ഈ കയ്യടി, ഈ കഥാകാരന് കൊടുത്ത കയ്യടി നിങ്ങളുടെ മനസ്സിൽ തട്ടിയാണോ മക്കളെ? നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ച, നമുക്ക് വേണ്ടി ഹോമിച്ച അച്ഛനെയോ അമ്മയോ മുത്തശ്ശിയോ മുത്തശ്ശനോ കൊണ്ട് കളയൂ? നിങ്ങൾ എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ പറയും. റഫീഖ് അഹമ്മദ് കഴിഞ്ഞ ആഴ്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട്, പ്രിയപ്പെട്ട സർക്കാരിനോട് എനിക്കിനി അപേക്ഷിക്കാനുള്ളത്, നമ്മുടെ മക്കളെ ഇനി പഠിപ്പിക്കേണ്ടത് ഊർജ്ജതന്ത്രവും രസതന്ത്രവും മാത്തമാറ്റിക്സും ഒന്നുമല്ല, നല്ല മനുഷ്യരാക്കുന്ന കോഴ്സാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. നല്ല മക്കളെ സൃഷ്ടിക്കണം. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, അവർ ഡോക്ടറാകും, എഞ്ചിനീയറാകും, കളക്ടറാകും, അതൊക്കെ അവരായിക്കോളും. അത്രമാത്രം ഐക്യമുള്ള കുട്ടികളാണ് നമ്മുടെ മുന്നിൽ നിന്നിരിക്കുന്നത്. നമ്മൾക്ക് അവരെ സൃഷ്ടിക്കേണ്ടത് നല്ല മക്കളായി, നല്ല തലമുറയായി. അവരുടെ ലഹരി കളിവണ്ടിയാകട്ടെ, അവരുടെ ലഹരി സംഗീതമാകട്ടെ, അവരുടെ ലഹരി ഫുട്ബോൾ ആകട്ടെ. സത്യത്തിൽ എന്തുമാത്രം ത്യാഗം സഹിച്ച ഇവിടുത്തെ അധ്യാപകർ ഇത് ചെയ്യുന്നത്. അസൂയ മൂത്തവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, ചന്ദ്രനെ നോക്കി കുരച്ചുകൊണ്ടേയിരിക്കട്ടെ, അതൊരു വിഷയമേ അല്ല. ഈ കളിവണ്ടി ഉരുളുന്ന കാലത്തോളം നമ്മുടെ മക്കളുടെ ലഹരി കലയായി മാറും, സംഗീതമായി മാറും. നിങ്ങൾക്കറിയാമോ, ഭാരതത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നായ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വിശ്വനാഥൻ ഉണരുന്നതും ഉറങ്ങുന്നതും ഉസ്താദ് ബിസ്മില്ലാ ഖാൻ എന്ന മുസൽമാന്റെ ഷെഹനായി കൊണ്ടാണ്. ഈ ഭാരതത്തിൽ ഭാരതരത്നം നൽകി രാഷ്ട്രം ആദരിച്ച ഉസ്താദ് ബിസ്മില്ലാ ഖാൻ, ആ മനുഷ്യൻ പോയി. ശബരിമല അയ്യപ്പൻ ഉണരുന്നതും ഉറങ്ങുന്നതും ക്രിസ്ത്യാനിയായ ദാസേട്ടന്റെ ഉണർത്തുപാട്ടും ഹരിവരാസനും കേട്ടുകൊണ്ടാണ്. ഹൈന്ദവ പുരാണങ്ങൾ ഒരു തേന്മഴയായി പെയ്തിറക്കിയത് കലാമണ്ഡലം ഹൈദരാലി എന്ന മുസൽമാന്റെ കണ്ഠനാളത്തിലൂടെയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ലഹരി കലയും സംഗീതവും അക്ഷരവുമാകട്ടെ. ആ ലഹരിയിലേക്കുള്ള പ്രയാണമാണ് കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാലയമായ മടവൂർ ഗവൺമെന്റ് LPS ഏറ്റെടുത്തിരിക്കുന്നത്. ഈ മണ്ണിൽ വന്നു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.